ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ആത്മീയപാഠങ്ങളിൽ 18ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ജീവിത വിജയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ ആലോചന. ജയിക്കണമെന്നത് എല്ലാവരുടെ ആഗ്രഹമാണ്. ഈ ജീവിതം ഒരു മത്സരക്കളമല്ല, യുദ്ധക്കളമല്ല. ഈ ജീവിതം ഒരു ചൂതാട്ടമല്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും വിജയം ആഘോഷിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണമെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് നാം അഭിലഷിക്കുന്നത് എന്ന വ്യക്തമായ ധാരണ പോലും ഇല്ലാതെയാണ് പലപ്പോഴും നമ്മൾ ഈ വിജയത്തിന് വേണ്ടി ദാഹിക്കുന്നത് തന്നെ. വാസ്തവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ആത്മസാക്ഷാത്കാരം സംഭവിക്കേണ്ടതുണ്ട്. നമ്മുടെ ആത്മാവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്ന ആത്മാവിഷ്കാരം സാധ്യമാകേണ്ടതുണ്ട്. നാം വിളിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും വേണ്ടി നമ്മെ തന്നെ അർപ്പിക്കാനാണ്. യേശുക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസ ബോധ്യം അങ്ങനെയാണ്. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ത് എന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവിലായിത്തീരുക എന്നാണ്. അത് മരണശേഷമുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചല്ല. നമ്മളെപ്പോഴും സ്വർഗത്തെ കാണുന്നത് നമ്മിൽ നിന്ന് കുറെ അകലെയായിട്ടാണ്. മരണത്തിന് ശേഷം തനത് വിധിയുണ്ട്, സ്വർഗനരകങ്ങളുണ്ട് എന്ന പാഠം തെറ്റാണെന്ന അർത്ഥത്തിലല്ല നമ്മൾ പറയുക. അതൊരു വാസ്തവമാണ്. പക്ഷെ ആ വാസ്തവത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് തന്നെ ഭൗമിക ജീവിതത്തിൽ നമ്മൾ സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക് കടക്കണം, ദൈവരാജ്യ അനുഭവത്തിലേക്ക് കടക്കണം. പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ചവരാണ് നമ്മൾ ക്രിസ്തു. മാമോദീസയിൽ ഇങ്ങനെ മരണം സംഭവിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, വീണ്ടും ജനിക്കുന്നു. അങ്ങനെ വീണ്ടും ജനിച്ചിട്ടുള്ള നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭൗമികമായ ചുറ്റുപാടുകൾക്കകത്ത് ഭൗമികതയുടെ പരിധികൾക്കപ്പുറമുള്ള ഒരു ബോധ്യത്തോടെ ജീവിക്കാനിടയാണ്. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. യഥാർത്ഥത്തിൽ ജീവിതം എന്താണെന്നും ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നും എന്തിനാണ് ഭൂമിയിൽ ജീവിക്കുന്നതെന്നും ഒക്കെ വ്യക്തമായ ബോധ്യവും ധാരണയും ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും വിജയാഘോഷമാക്കി മാറ്റാൻ പറ്റൂ. ഏതായാലും ജയിക്കണമെന്ന ആഗ്രഹം അടിസ്ഥാനപരമായി എല്ലാവർക്കും ഉണ്ട്. എന്തിനു ജയിക്കണം, എങ്ങനെ ജയിക്കണം എന്ന കാര്യത്തിലാണ് ഭിന്നാഭിപ്രായങ്ങളുള്ളത്. നാം ഒരു സംരംഭം ആരംഭിക്കുന്നത് വിജയിക്കാനാണെന്ന് പറയുമ്പോൾ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. പലപ്പോഴും നമ്മൾ സാമ്പത്തിക സുസ്ഥിതിയാണ് അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിതമാണ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പരീക്ഷയിൽ വിജയിക്കണമെന്ന് പറയുമ്പോഴും നമ്മുടെ മുന്നിലുള്ളത് ആ പരീക്ഷ മാത്രമല്ല. ആ പരീക്ഷ നമുക്ക് നേടിത്തരുന്ന യോഗ്യത, ആ യോഗ്യത കൊണ്ട് നമുക്ക് ആർജിക്കാവുന്ന ജോലി, അതിലൂടെ ആർജിക്കാവുന്ന സമ്പത്ത്, ജീവിതം. അപ്പൊ ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയാണ് പലപ്പോഴും വിജയങ്ങളെക്കുറിച്ച് നമ്മൾ ധാരണയുള്ളവരാകുന്നത്. പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ള കാര്യമാണ് എന്തിനാണ് ഭൗമികമായ സ്വസ്ഥതയെല്ലാം ലഭിച്ചതിന് ശേഷവും ജീവിതത്തെ മത്സരക്കളമാക്കി മാറ്റി നമ്മൾ തുടരുന്നത്. ഒരു രാജ്യമുള്ള രാജാവ് തന്നെയാണ് ചക്രവർത്തിയാകാൻ കൂടുതൽ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനായിട്ട് ഓടുന്നത്. ഒരു സംരംഭത്തിൽ ഏർപ്പെട്ട് അത് വിജയം വരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട വിജയങ്ങൾ നേടാൻ വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുന്നു. 1 കിട്ടിയാൽ പോരാ, 10 വേണം, 10 പോരാ, 100 വേണം, 100 പോരാ, 1000 വേണം, 1000 പോരാ, 10,000 വേണം. ആഗ്രഹങ്ങൾ തീരുന്നില്ല. അപ്പൊ ജയത്തിന്റെ പുറകെയുള്ള ഈ പരക്കം പാച്ചിൽ യഥാർത്ഥത്തിൽ എന്താണ് ജീവിത വിജയമെന്നും എന്തിനു വേണ്ടിയാണ് ഭൂമിയിൽ നാം അധ്വാനിക്കുന്നതെന്നും നമ്മുടെ ഭൗതിക ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ് എന്നും തിരിച്ചറിവില്ലാതെ പോകുന്നതുകൊണ്ടാണ്. പരാജിതരായി കാണപ്പെട്ട പല മനുഷ്യരും നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ ജീവിത ചുറ്റുപാടുകളിലും സാമൂഹ്യ ബോധത്തിലും അവർ വീണുപോയവരായി കണക്കാക്കപ്പെട്ടവരാണ്. പക്ഷെ അത്തരം വീണുപോയവർ ഈ ലോകത്ത് മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരുമാണ്. ജീവിതത്തിൽ സാമാന്യമായി നേടാവുന്ന വിജയം നേടാതെ പോയോ, അല്ലെങ്കിൽ സഹജമായ ഭാവത്തിനകത്ത് മാനുഷികതയിൽ സമ്പത്ത് ആർജിക്കാനും സുഖഭോഗങ്ങൾ ആർജിക്കാനും കഴിയാതെ പോയവർ, ജീവിതം സുരക്ഷിതമാക്കാൻ കഴിയാതെ പോയവർ, തനിക്കെതിരെ വരുന്നവരെ തോൽപ്പിക്കാൻ പറ്റാതെ പോയവർ പരാജിതരായി കണക്കാക്കപ്പെട്ട ആളുകളാണ്. ആ പരാജിതരുടെ നിരയിൽ ഏറ്റവും മുൻപിലുള്ളത് ക്രിസ്തുവാണ്. ദൈവമായിരിക്കെ മനുഷ്യന്റെ മുമ്പിൽ തോറ്റു കൊടുക്കേണ്ടി വന്നു ക്രിസ്തുവിനെന്ന് ഒരു വിധത്തിൽ വേണമെങ്കിൽ പറയാം.
വിധിയാളനായ ദൈവം വിധിക്കപ്പെടുന്നു. ഒരു തോൽവിയുടെ പശ്ചാത്തലം നമുക്ക് കാണാം. യെശയ്യാ പ്രവാചകൻ 700 വർഷം മുമ്പ് അത് പറയുന്നുണ്ട്. യെശയ്യാ 53:3 അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. യേശുവിൽ നിറവേറുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രവാചകൻ എന്ന് പറഞ്ഞത്. യേശു നിന്ദിക്കപ്പെട്ടവനാണ്. മറ്റുള്ളവർ അവനെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ ദുഃഖം നിറഞ്ഞവനായി കാണപ്പെട്ടു. മനുഷ്യന് ചെന്നെത്താവുന്നതിന്റെ പരമാവധി വേദനകളിലും പ്രലോഭനങ്ങളിലും എത്തപ്പെട്ട ഒരാളാണ് ക്രിസ്തു. സുഖഭോഗങ്ങളെ സംബന്ധിച്ച പ്രലോഭനങ്ങൾ നമുക്ക് തള്ളിമാറ്റാൻ പറ്റും. പക്ഷെ അടുത്ത നിമിഷം വേദനാകരമാണ്, ജീവിതം ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്, നിലനിൽപ്പില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രലോഭനം ഒരു സുഖഭോഗ പ്രലോഭനം പോലെയല്ല. അവിടെ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാണ്. തലപോകുമെന്ന് വരുമ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. പീഡനം കേൾക്കുമ്പോൾ നിലപാടുകളിൽ നമ്മൾ വഴുതിപ്പോകുന്നത് അതുകൊണ്ടാണ്. ജീവിതം ദുരിതപൂർണമാകുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ്. പക്ഷേ നിന്ദിക്കപ്പെട്ടതായി കരുതിയ അവൻ കുരിശിൽ മഹത്വത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. യഥാർത്ഥത്തിൽ പത്രോസ് പറയുന്നത് കേട്ട് വഴിമാറിപ്പോയാൽ യേശു തൻ്റെ ജീവിതത്തിൽ പരാജയപ്പെടും. അവന്റെ വിജയം കുരിശിലാണ്. ഒരുവനെ അവസാനിപ്പിക്കുമെന്ന് പറയുന്ന കുരിശ്, അപമാനിക്കുമെന്ന് പറയുന്ന കുരിശിനെ ക്രിസ്തു വിശുദ്ധീകരിക്കുന്നത് തന്റെ പരിശുദ്ധി കൊണ്ടാണ്. കുരിശിൽ അവൻ നിന്ദിതനാകുകയല്ല, ലോകത്തിന്റെ മുഴുവൻ മേൽ വിജയം നേടുകയാണ്. അപ്പൊ യഥാർത്ഥ വിജയം എന്താണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. എല്ലാവർക്കും വിജയിക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ വിജയിക്കുമ്പോൾ അത് ആത്മീയമായ യാഥാർത്ഥ്യമായ ഒരു വിജയമാകണമെങ്കിൽ അത് അവനവനെ ജയിക്കുന്നതായിട്ട് മാറണം. ആത്മീയ പാഠങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭൗതികമായ വിജയങ്ങളെയല്ല. നാം ഇന്ന് ധ്യാനങ്ങൾ കൂടുന്നതും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതും ഒക്കെ ഭൗതികമായ ചില വിജയങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇപ്പൊ പരീക്ഷ എഴുതാനായിട്ട് കയ്യിൽ കാശുരൂപം പിടിച്ച് പരീക്ഷ എഴുതിയപ്പോൾ ജയിച്ചു എന്ന് പറയുന്ന കുട്ടി യഥാർത്ഥത്തിൽ ഒരു വിജയത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന ആളല്ല. ഭൗതികമായ ഒരു നേട്ടം നേടാൻ വേണ്ടിയുള്ള കുറുക്കു വഴിയായി വിശ്വാസത്തെ ഉപയോഗിക്കുന്നെന്ന് മാത്രം. മാമോദീസ വഴി അകമേ വസിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാതെ ഒരു കാശുരൂപത്തിലാണ് യേശു എന്ന് കരുതി അന്ധവിശ്വാസത്തിൽ കുടുങ്ങിപ്പോയ ഒരാളാണ് ആ കുട്ടി. പഠിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളാണ്, ആധുനികമായ കാര്യങ്ങളാണ്. എന്നിട്ട് ജീവിതം എത്തിച്ചേരുന്നത് അന്ധവിശ്വാസത്തിലും. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു വിജയം ആഘോഷിക്കണമെങ്കിൽ അവനവന്റെ പരിമിതികളെ മറികടക്കാൻ ഒരാൾക്ക് കഴിയണം. അവനവൻ കടമ്പ. ലോകത്ത് നിങ്ങൾക്ക് ഹിമാലയത്തിൽ പോകാം. 80 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഹിമാലയം കയറിയിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടില്ല, പോകാൻ ഇടവന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ അഭിരുചി വേറെയായിരുന്നു, അതുകൊണ്ട് വേറെ വഴിക്ക് നമ്മൾ നീങ്ങി. പണം നേടാൻ മനുഷ്യാധ്വാനത്തിന് കഴിയും എന്നുള്ളതിൻ്റെ 100 ഉദാഹരണങ്ങൾ ലോകത്ത് നമുക്ക് കാണാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് വൻ ഉയർച്ചകളിലേക്ക്, ആധിപത്യങ്ങളിലേക്ക് കടന്നുപോയവർ, വീണുപോയവരും വേറെയുണ്ട്. ഇത് ഈ ലോകത്തിന്റെ സാധ്യതയാണ്. ഈ ലോകത്ത് വിജയം വരിക്കുന്നവരായി കാണപ്പെടാം, ലോകത്ത് പരാജിതരാകാം. ഈ ജയപരാജയങ്ങൾ യഥാർത്ഥത്തിൽ വാസ്തവമല്ല. ഒരാൾ അയാളുടെ വിജയം ആഘോഷിക്കേണ്ടത് അയാളിൽ തന്നെയാണ്. അവനവനെ ജയിക്കുന്ന ഒരാൾ ഭൗതികമായ ഈ ജയപരാജയങ്ങളെ ബാധിക്കാത്ത ഒരാളായി മാറും. വിശ്വാസം നമുക്ക് നൽകേണ്ട കരുത്ത് ഭൗമികമായ ജയപരാജയങ്ങളെക്കാൾ ഉയർന്ന ഒരു നിലയിലേക്ക് നമ്മെ തന്നെ എടുത്തു വയ്ക്കാനുള്ള ശേഷിയിലാണ്. നമ്മൾ സാധാരണ ആത്മീയത എന്ന് പറയുന്നതിൽ കാണുന്ന ഒരു കാഴ്ചപ്പാട് പ്രാർത്ഥിക്കുകയും
ഭക്താനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുകയും എപ്പോഴും ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ആത്മാവ് ഒരു തിരിച്ചറിവിന്റെ തലമാണ്. ആത്മാവ് പ്രയോഗക്ഷമമാകുന്നത് കാര്യങ്ങളെ വേണ്ടുമെന്ന് തിരിച്ചറിയുമ്പോഴാണ്. നമ്മൾ മൃഗങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം പറയുമല്ലോ. മൃഗത്തിന് ഈ തിരിച്ചറിവിന്റെ തലമില്ല. അറിവുണ്ട്. പുല്ല് തിന്നണമെന്ന് പശുവിന് അറിയാം, വൈക്കോൽ തിന്നണമെന്ന് പശുവിന് അറിയാം, മണ്ണ് തിന്നാൻ പറ്റില്ലെന്നും പശുവിന് അറിയാം. സ്വാഭാവികമായ അറിവുകൾ. മനുഷ്യൻ ഏതറിവിനെയും തിരിച്ചറിയും. അവൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ മനുഷ്യന് കഴിയും. മൃഗത്തിനത് സാധ്യമല്ല. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായുണ്ടല്ലോ, അത് പലപ്പോഴും കരുതുന്നത് നമ്മുടെ വീട്ടിലൊരാളാണ് നായെന്നാണ്. രൂപപരമായ വ്യത്യാസമോ ജീവിതത്തെ സംബന്ധിച്ചോ ഒന്നും നായയ്ക്ക് ബോധ്യമില്ല. നമുക്ക് നാം ആരാണെന്ന് മനസ്സിലാവും. നമ്മുടെ ജീവിതാനുഭവങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അത് ശീലം കൊണ്ടുള്ള അറിവല്ല. ഈ കാര്യകാരണ ബോധം നമ്മിൽ ജനിപ്പിക്കുന്നത് ആത്മാവാണ്. ആ ആത്മാവ് മനസ്സ് കാണുന്നത് പോലെയല്ല പലതും കാണുന്നത്. ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു രോഗം വരുന്നത് നമുക്കിഷ്ടമുള്ള കാര്യമല്ല. ശരീരത്തിന് രോഗം ഒരിക്കലും താല്പര്യമുള്ള കാര്യമല്ല. വേദന അനുഭവിക്കുന്നുവല്ലോ, ശരീരം ക്ഷയിക്കുന്നുണ്ട്, അത് മനസ്സിനൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ശരീരം വേദന അനുഭവിക്കുന്നുണ്ട്, മനസ്സ് ഇഷ്ടക്കേടും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ആത്മാവ് ആ സമയത്ത് എന്തായിരിക്കും ചെയ്യുക? ഒന്നാമത് ആത്മാവ് സച്ചിത് ആനന്ദരൂപമാണ്, ദൈവത്തിന്റെ ഛായയാണ്. ആത്മാവിന് ദുഃഖമില്ല. ആത്മാവ് എപ്പോഴെങ്കിലും വേദന അനുഭവിക്കുന്നത് ദൈവവുമായി അകലം ഉണ്ടാവുമ്പോഴാണ്. ആത്മാവിനെ സംബന്ധിച്ച് ദൈവൈക്യമാണ് പരമപ്രധാനം. ജീവിതാനുഭവങ്ങൾക്കകത്ത് തിരിച്ചറിവുകൾ നൽകുന്ന ആത്മാവ് യഥാർത്ഥത്തിൽ ഒരു രോഗാവസ്ഥയിൽ ആനന്ദിക്കുകയാണ്. കാരണം ആത്മാവ് ദൈവോന്മുഖമാകുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും ബലക്ഷയം ആത്മാവിന് ബലവത്താക്കും. ഒരുവന്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ ശക്തി ആർജിക്കുന്നത് ശാരീരികമായ ബലക്ഷയങ്ങളിലാണ്. ഓരോ മനപ്പതർച്ചയും അതിനുശേഷം കൂടുതൽ കരുത്തുള്ളവരാക്കി നമ്മെ മാറ്റും. ഒരു ദുഃഖം നമ്മെ തീർത്തു കളയില്ല. ദുഃഖം നമ്മെ ക്ഷയിപ്പിക്കാം, പക്ഷെ അക്ഷയമായ ഒന്ന് ആ ദുഃഖം നമുക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് വേർപാടുകൾക്ക് ശേഷം വേർപാടുകളുടെ ദുഃഖത്തെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് ആത്മാവിന് തിരിച്ചറിയാൻ പറ്റണം. നമുക്ക് വിജയം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആപേക്ഷികമായിട്ടാണ്. രണ്ടു പേർ തമ്മിലൊരു മത്സരം നടന്നു, ഒരാൾ ജയിക്കുമ്പോൾ ഒരാൾ പരാജയപ്പെടണം. വാക്കിലും പ്രവൃത്തിയിലൊക്കെ അങ്ങനെയാണ്. ഒരു തർക്കമുണ്ടായാൽ അവരൻ പരാജയപ്പെടണം. അവരൻ പരാജയപ്പെടുമ്പോൾ ഞാൻ വിജയിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വിജയി പരാജിതനാണ്. തോറ്റ് തലകുമ്പിട്ട് പോകുന്ന ആളുണ്ട്, അയാൾ യഥാർത്ഥത്തിൽ വിജയത്തിലെത്തും. പെട്ടെന്ന് കേൾക്കുമ്പോൾ വിരോധാഭാസമായിട്ട് തോന്നാം. അതിന്റെ കാരണം ഇതാണ്. ഒരാൾ അവരന്റെ മേൽ വിജയം ആഘോഷിക്കുമ്പോൾ അയാളിൽ ഒരു യുദ്ധം കൊടുമ്പിരി കൊള്ളും. അയാളിലെ അഹം അയാൾക്ക് ജയിക്കാവുന്നതിനേക്കാൾ ശക്തമായിട്ട് വരും, ആത്മാവിനെതിരെ നിലകൊള്ളും. അതുകൊണ്ട് ഒരു പരാജയ അവസരത്തിൽ ആത്മാവ് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒരു ഭൗതികമായ വിജയത്തിൽ ആത്മാവ് അനുഭവിക്കുന്നില്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ ഒരാളുമായി ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നു, അവരൻ തോൽപ്പിക്കപ്പെടുന്നു, നമ്മൾ വിജയിയാണെന്ന് ഉറപ്പിക്കുന്നു. ഇങ്ങനെ വിജയിക്കുമ്പോൾ നമ്മുടെ അഹം നമ്മുടെ ആത്മത്തിനെതിരായി പ്രബല ശക്തിയായിട്ട് മാറും. ആ യുദ്ധത്തിൽ ആത്മാവിന് ജയിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് എളിമ ഉണ്ടാവണം. അങ്ങനെ നാം എളിമപ്പെടണമെങ്കിൽ, അഹം നശിക്കണമെങ്കിൽ നിശ്ചയമായും അപരത്വം നമ്മെ കീഴ്പ്പെടുത്തണം. എപ്പോൾ അപരത്വം നമ്മെ കീഴ്പ്പെടുത്തുന്നുവോ അപ്പോൾ നമ്മുടെ അഹം ഒതുങ്ങും. മറ്റുള്ളവർ നമുക്കെതിരെ വരുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയാതെ പോകുന്നത് ഈ അഹത്തിന്റെ പ്രവൃത്തി മൂലമാണ്. നമുക്ക് ആർക്കും നമ്മളെ ആരും കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. കുറ്റം പറയുമ്പോൾ നമുക്ക് വേദന എടുക്കുന്നത് ആത്മാവിനല്ല, ഈ അഹത്തിനാണ്. അത് സാധാരണ വ്യക്തി ജീവിതത്തിൽ തുടങ്ങി സഭാ നേതൃത്വത്തെ വരെ നമുക്ക് കാണാം. താഴ്ന്നു കൊടുത്താൽ തോറ്റുപോകില്ലേ എന്ന് തോന്നൽ. അതുകൊണ്ട് ഞാൻ എന്ന ബോധം, അഹംബോധത്തെ നിലനിർത്തുന്ന ദുരഭിമാനം എന്ന ഒരു പുറംചട്ട അണിഞ്ഞുകൊണ്ടാണ്
നാം വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ടാണ് അപരൻ തോൽക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അത് ആത്മാവിന്റെ സന്തോഷമല്ല. പരാജിതരുടെ നീണ്ട നിര ലോകത്ത് നമുക്ക് കാണാം. യേശു താൻ ദൈവമാണെന്ന് തെളിയിക്കാൻ, ഉറപ്പിക്കാൻ കഴിവില്ലാത്ത ഒരാളായിരുന്നില്ല. പക്ഷെ മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടി പിലാത്തോസിന്റെ അരമനയിൽ ശിരസ് താഴ്ത്തി അവൻ നിൽക്കുന്നുണ്ട്. തനിക്കെതിരെയുള്ള വിധിയെ ഒരത്ഭുതം കൊണ്ട് തടയാൻ ശക്തി കുറഞ്ഞ ഒരാളല്ല ക്രിസ്തു. തോട്ടത്തിൽ വെച്ച് പടയാളികൾ പിടിക്കാൻ വരുമ്പോൾ ഞങ്ങൾ നസ്രായനായ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഞാൻ തന്നെ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് ഈ വന്നവരൊക്കെ നിലം പതിക്കുന്നുണ്ട്. ഞാൻ തന്നെ എന്ന പരിപൂർണത താനാണെന്ന് ഉറപ്പിച്ചറിയാവുന്ന ഒരാളാണ് ക്രിസ്തു. പക്ഷേ അവൻ ശിരസ് താഴ്ത്തി. അത് മാനവകുലം പരാജയപ്പെടാതിരിക്കാൻ, അപരൻ വിജയിക്കാൻ വേണ്ടി ശിരസ് താഴ്ത്തുന്ന ഒരാളിൽ നമുക്ക് ക്രിസ്തുഭാവം കാണാം. കാറ്റഗിസം പരീക്ഷയെ സംബന്ധിച്ച് ഒരു കഥ അങ്ങനെയുണ്ട്. കുട്ടിയോട് അമ്മ പറയുകയാണ്, നീ ഒന്നാമതെത്തണം. അങ്ങനെയാണല്ലോ മതപഠന ക്ലാസ്സിൽ നമ്മൾ കേൾക്കുന്നത്. ഒന്നാമനാകണ്ടേ? ഒന്നാമനായാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഒന്നാമനാകണമെങ്കിൽ എന്തു വേണം? കുട്ടി അമ്മയോട് തിരികെ ചോദിക്കുകയാണ്, ഞാൻ ഒന്നാമനാകണമെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ തോൽക്കണ്ടേ? ഞാൻ അവനെ തോൽപ്പിക്കണ്ടേ? അമ്മ പറഞ്ഞു, അത് വേണ്ടി വരും. അവൻ പറഞ്ഞു, അവൻ തോറ്റിട്ട് എനിക്ക് ജയിക്കണ്ട. സ്നേഹം അപരത്വത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് കാക്ഷിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സ്വയം ശിരസ് താഴ്ത്തുക. അഹംബോധം താഴുന്നവിടെയാണ് സ്നേഹം വർദ്ധിക്കുമ്പോഴാണ്. അഹം എവിടെയാണ് ശിരസ് താഴ്ത്തുന്നത്, പത്തി താഴ്ത്തുന്നത്? അത് സ്നേഹത്തിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജയാപജയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ധാരണയിൽ ഒരു പൊളിച്ചെഴുത്തുണ്ടാവണം. വിജയം വരിക്കുന്നതിനൊരു കിരീടം ലഭിക്കാനിരിക്കുന്നുണ്ട്. ആ കിരീടം ആത്മാവിലെ മുദ്രയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് നാമെങ്കിൽ ഭൗതികമായ ലോകത്തെ ജയാപജയങ്ങളെ വിജയങ്ങളായി കരുതി അവയിൽ സന്തോഷിക്കാനും നിരാശപ്പെടാനും ഇടയായില്ല. ഭൗമികമായവയൊക്കെ പരിശ്രമങ്ങളാണ്. നമ്മളൊരു സംരംഭത്തിൽ ഏർപ്പെടുന്നു, പരിശ്രമമാണ്. ആ പരിശ്രമം നിരന്തരമായി നമ്മൾ തുടരേണ്ട പ്രവൃത്തിയാണ്. അത് ആരെയും ജയിക്കാനല്ല. അവിടെ ജയപരാജയങ്ങളുടെ തലം വന്നിട്ടില്ല. നാം ചെയ്യുന്നൊരു പ്രവൃത്തി ആത്മാർത്ഥതയോടെ ചെയ്യുകയും ആ പ്രവൃത്തി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണമെന്ന് ഉറപ്പിക്കുകയും അതിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഉപകാരമാണ് പ്രധാനമെന്ന് കരുതുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും അയാൾ ആ പ്രവൃത്തിയിൽ വിജയിച്ചിട്ടുണ്ട്. അതിന്റെ സാമ്പത്തികമായ നേട്ടം, ഭൗതികമായ വളർച്ചാ സാധ്യതകൾ, അതൊക്കെ ഭൗതികമായ ക്രമത്തിൽ, ലോകക്രമത്തിൽ ആലോചിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും ഒരു ഭൗതികതയും ഒരു ആത്മീയതയുണ്ട്. അത് ബിസിനസ് ചെയ്താലും ജോലി ചെയ്താലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്താലും അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ രണ്ട് ഭാഗങ്ങളിലാണ്. ഭൗതിക ക്രമത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ ആത്മാവിന്റെ പ്രേരണയിലും ആത്മാവിന്റെ ശക്തിയിലുമാണെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗമായിട്ട് മാറും. അതൊരു കഞ്ഞി വെക്കുന്നതിലും കറി വെക്കുന്നതിലുണ്ട്, ഒരു വലിയ ബിസിനസ് ചെയ്യുന്നതിലുണ്ട്, നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിലുണ്ട്, ഏത് അധ്വാനത്തിലുണ്ട്. ഞാൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അപരന് വേണ്ടി അഹർനിശം പ്രയത്നം എന്ന ഭാവത്തിലാവുമ്പോൾ ആത്മസാക്ഷാത്കാരം സാധ്യമാവും. ആത്മപ്രകാശനം സാധ്യമാകുന്ന അപ്പം മാത്രമാണ്. ഞാൻ എന്നെ പ്രകാശിപ്പിക്കുന്നത് എൻ്റെ ജീവിത പ്രവൃത്തി വഴിയാണ്. ആ ജീവിത പ്രവൃത്തിയിൽ ഞാൻ എന്നെ എങ്ങനെ കാഴ്ചവെക്കുന്നു, ഏത് മനോഭാവത്തോടെയാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എനിക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ വിജയത്തിന്റെ ഒരു പടവ് കടക്കുക. അതൊരു പടവ് മാത്രമാണ്. ഇപ്പം മാതാപിതാക്കൾ മക്കളെ നോക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, അധ്വാനിക്കുന്നു, സഹോദരങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, രാഷ്ട്രീയത്തിൽ സേവനം ചെയ്യുന്നു. അവിടെയൊക്കെ ഈ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ള കാര്യം ഒന്നാമത്തെ പടിയാണ്. അവരിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം എന്നത് ആത്മപ്രകാശനത്തിന്റെ ആദ്യത്തെ പടിയായിട്ട് കാണും.
ഒട്ടനവധി പേർ ഈ മേഖലയിൽ ഈ നിലവാരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് ഒരു കടമയാണെന്നും അതാണ് ദൗത്യമെന്നും ബോധ്യമുള്ളവർ. പക്ഷെ അവരും വീഴുന്നത് രണ്ടാമത്തെ പടവിലാണ്. രണ്ടാമത്തെ പടവിൽ തട്ടി വീഴും. പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ ഒട്ടനവധി അവസരങ്ങളിൽ സങ്കടപ്പെടുന്നത് ഈ രണ്ടാമത്തെ പടവിലാണ്. മറ്റുള്ളവർ നാം ചെയ്ത പ്രവൃത്തിയെ അംഗീകരിക്കുന്നില്ല, നന്മയായിട്ട് കരുതുന്നില്ല, സ്നേഹിക്കുന്നു. അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹിക്കുമ്പോൾ അത് കളങ്കമുള്ളതായിട്ട് മാറും. അവരിൽ നിന്ന് എന്തെങ്കിലും തിരികെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് കളങ്കമുള്ളതായിട്ട് മാറും. അത് വ്യാപാരമായിട്ട് മാറും. വ്യാപാര സദൃശ്യമായ ചിന്തകൾ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നിങ്ങളും മറ്റുള്ളവരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ക്രിസ്തു ചോദിക്കുക. ഇപ്പൊ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ നന്മ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും? അത് ക്രിസ്തുവിനെ പ്രതി ചെയ്യാൻ പറ്റണം. യേശുവിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുകയും യേശുവിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം യേശുവിൽ നിന്നാണ് തിരിച്ചറിയുകയും യേശുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വിജയം. ഇവിടെ നമുക്ക് ഭാഗഭാഗിത്വമില്ല. ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചു, ഇപ്പൊ പ്രവൃത്തിയാരാണല്ലേ? ഗുരു പറഞ്ഞു, പ്രവൃത്തിയുണ്ട്, ആരില്ല. ഈ ആരില്ല എന്ന് പറയുന്നത് ഞാനില്ല, പ്രവൃത്തിയുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനമായി കാണേണ്ടത് പ്രവൃത്തി ഉണ്ടാകണം, പ്രവർത്തിക്കാതിരിക്കലല്ല. പ്രാർത്ഥനയിലായിത്തീരുന്നയാൾ പിന്നെ പണിയൊന്നും എടുക്കുന്നില്ല, അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതെല്ലാവർക്കും കഴിയില്ലെന്നാണ്. അതിപ്പോ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിലും കഴിയില്ലേ? ലോകത്തെല്ലാവരും അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് എന്ന് സാമാന്യമായി ചോദിക്കാം. അതെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നിർബന്ധിതരാകാണ്. കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാനൊരു വസ്തു ഉണ്ടാക്കിയാൽ അത് വേറൊരാൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ മാത്രമേ എൻ്റെ ഈ വസ്തു വിനിമയം ചെയ്യപ്പെടൂ. സ്വാഭാവികമാണ്. പക്ഷെ ഞാനീ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരുടെ സ്നേഹത്തെ പ്രതിയാവുമ്പോഴോ അതൊരു സ്റ്റെപ്പ് മുമ്പോട്ട് കിടക്കും. അത് എന്നോടുള്ള താല്പര്യത്തെക്കാൾ അവരിനോടുള്ള താല്പര്യത്തെ പ്രതിയായി മാറും. അങ്ങനെയാണ് വ്യക്തിബന്ധങ്ങൾക്കകത്ത് നാം നമ്മെ തന്നെ കൊടുക്കുന്നത്. പക്ഷെ അവിടെയും ദുഃഖഹേതുണ്ട്. അവരൻ ആ കൊടുക്കുന്നതിന് നന്ദി കാണിച്ചില്ലെങ്കിൽ, പ്രതിസ്നേഹമുണ്ടായില്ലെങ്കിൽ നാം തകർന്നു പോകും. അതുകൊണ്ട് ദൈവമില്ലാതെ, ക്രിസ്തുവില്ലാതെ നാം നന്മ ചെയ്യുമ്പോൾ അതിനൊരു പരാജയം അടങ്ങിയിരിപ്പുണ്ട്. ആ പരാജയം എന്താ? അവരൻ നമുക്ക് എതിരായി മാറും, തിരിച്ചു കിട്ടില്ല, നാം നഷ്ടത്തിലാകും, നാം സങ്കടപ്പെടും. പക്ഷേ നാം അവർക്ക് കൊടുത്തതെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മുടെ കയ്യിൽ ലഭിച്ചതാണെന്നും നാം അത് അവർക്ക് കൊടുത്തത് ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതിയാണെന്നും ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നുവെന്നും വരുമ്പോൾ ഈ സങ്കടങ്ങളിൽ നിന്ന് നാം മുക്തരാകും. ജയം അവിടെയാണ്. നമ്മുടെ ജീവിതം നമ്മുടേതല്ലെന്നും അത് ക്രിസ്തുവിൻ്റെതാണെന്നും ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നുവെന്നും അവൻ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചുവെന്നും വ്യക്തിപരമായി നമുക്ക് ബോധ്യമുണ്ടാവുകയും അവനിലാണ് നമ്മുടെ ജീവിതം എന്ന ബോധ്യത്തോടെ അവനോടുള്ള സ്നേഹത്തിന്റെ പ്രതിനന്ദിയായി നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് നാം വിജയത്തിലാണ്. ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടതായി ലോകത്ത് കാണപ്പെട്ടേക്കാം, പരാജിതരായി കാണപ്പെട്ടേക്കാം, പക്ഷെ വിജയികളാണ്. അനേകരുടെ ജീവിതത്തിലെ സങ്കടമാണ്, ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു, അവസാനം ഞാൻ കഷ്ടത്തിലായി. കഷ്ടത്തിലായത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തത് കൊണ്ടല്ല. ആരിൽ നിന്നാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഈ നന്മകൾ ചെയ്തതെന്നും മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുത്ത നന്മകൾ ആരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതാണെന്നും ആർക്കു വേണ്ടിയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് കൊടുത്തതെന്നും ആരുടെ സ്നേഹത്തിന് പ്രതിസ്നേഹമായിട്ട് അർപ്പിച്ച കാഴ്ചയാണ് ഈ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചെയ്ത നന്മ പ്രവൃത്തികളെന്നും നിങ്ങൾക്ക് ബോധ്യമില്ലാതെ പോയതാണ് ഈ സങ്കടത്തിന് കാരണം. ആജീവനാന്തം മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ അവസാന ഘട്ടത്തിൽ അവർ തങ്ങളെ നോക്കുന്നില്ല എന്ന് പരാതിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കുഴപ്പമിതാ, എന്നെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം ഞാൻ വിജയം വരിക്കും. എന്നെ സ്നേഹിച്ചവൻ മുഖാന്തിരം. അതുകൊണ്ട് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുകയും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നാം നമ്മെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നവയെല്ലാം തിരിച്ചറിയുകയും ചെയ്താൽ നമ്മുടെ ജീവിതം
വിജയമായി തീരും. ക്രിസ്തുവിലെ ഉദ്ധിതാവസ്ഥ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആദ്യമേ നമ്മൾ പറഞ്ഞു, ഈ മരണശേഷം ഒരു സ്വർഗത്തിൽ പോവുക എന്നുള്ളത് വിശ്വസിച്ച് ജീവിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ജീവിതത്തിനകത്ത് ഒരു മരണം സംഭവിച്ച കാര്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല? മാമോദീസയിൽ നമ്മൾ അങ്ങനെ മരിച്ചെന്നാണ് റോമർ ലേഖനം പറയുക. റോമർ ലേഖനം 6-ാം അധ്യായം 3-4 തിരുവചനങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, സംസ്കരിക്കപ്പെട്ടു, ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിനാണത്. ആ പുതിയ ജീവിതമാണ് പുതിയ ആകാശം, പുതിയ ഭൂമി. അവിടെ കണ്ണീരില്ല, കാരണം കരയാൻ വകുപ്പില്ല. എന്നെ മറ്റൊരാൾ അടിക്കുമ്പോൾ അയാളുടെ ഈ ക്ഷോഭം ഞാൻ സ്വീകരിക്കുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയായി മാറുമ്പോൾ, ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹം എനിക്ക് സമാശ്വാസമായിട്ടുള്ളപ്പോൾ, ക്രിസ്തുവിനെ പ്രതി ഞാൻ തോറ്റുകൊടുക്കുമ്പോഴൊക്കെയും അവരെന്നെ നേടുകയാണെന്ന് വരുമ്പോൾ ക്രിസ്തുവിൽ ഞാൻ ആനന്ദിക്കാനിടയാകും. അവിടെ എനിക്ക് സങ്കടമില്ല, പരാതിയില്ല. മറ്റുള്ളവർ എനിക്ക് നന്മ ചെയ്യുന്നില്ല, അവർ എന്നെ ഒറ്റപ്പെടുത്തുന്നു, അപമാനിക്കുന്നു, ഉപേക്ഷിക്കുന്നു എന്നുള്ളത് എനിക്ക് ദുഃഖകാരണമായിട്ട് മാറുന്നത് മറ്റുള്ളവർ എന്നെ അംഗീകരിച്ചില്ല അല്ലെങ്കിൽ സ്നേഹിച്ചില്ല എന്ന പരാതി ഉണ്ടാകുന്നത് ക്രിസ്തുവിലല്ല ഞാനെന്നായിത്തീരുമ്പോഴാണ്. എന്റെ ജീവിതം ക്രിസ്തുവിനെ പ്രതിയാണെന്നും അവൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട് അവനെ സ്നേഹിക്കലാണ് എൻ്റെ പ്രധാനപ്പെട്ട കടമയെന്നും അവനോടുള്ള സ്നേഹത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും ആ സ്നേഹത്തെ പ്രതിയാണ് ഞാൻ എന്നെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതെന്നും അങ്ങനെ അവരെന്നെ ക്രൂശിക്കുമ്പോഴും അപമാനിക്കുമ്പോഴും ഒക്കെ എന്നിൽ ക്രിസ്തു അനുഭവമാണ് ഉണ്ടാകുന്നതെന്നും വരുമ്പോൾ യേശു ക്രിസ്തുവിൽ എനിക്ക് വിജയമുണ്ടാകും. ഏത് കഷ്ടതയിലും വേദനയിലും സങ്കടത്തിലും ചിരിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടില്ല. നിങ്ങൾ അറിയാതെ അവൻ നിങ്ങളെ താങ്ങുന്നുണ്ടായിരുന്നു. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച അപമാനം ക്രിസ്തുവിൽ ആനന്ദിക്കാനുള്ള അവസരമായിരുന്നു. അവൻ നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളേറ്റ ഓരോ അടിയും അവൻ പുറം കൊണ്ട് തടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുറിവേൽക്കുന്നതിന് മുമ്പേ ആ മുറിവുകൾ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ആഴ്ന്നിട്ടുണ്ടായിരുന്നു. ഈ തിരിച്ചറിവുണ്ടായാൽ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് ജയിക്കാൻ പറ്റും. അതുകൊണ്ട് പരാജയപ്പെട്ടതായി ലോകം പറയാം, വീണുപോയവരായിട്ട് കരുതിയേക്കാം. നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ ക്രിസ്തു ഉണ്ടായിരുന്നു. ആ ക്രിസ്തുവാണ് ഈ വേദനകളിലൂടെ ഒക്കെ കടന്നുപോയത്. അവന്റെ മുറിവുകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴമായി പതിയുമെങ്കിൽ ജീവിതത്തിൽ ഒരു സന്ദർഭവും സങ്കടത്തിനുള്ളതല്ല. അതുകൊണ്ട് ആത്മീയ പാഠങ്ങളിൽ നമുക്ക് വേണ്ട ഒരു ബോധ്യം ഇതാണ്: നമ്മുടെ ജീവിതം ലൗകികമായ കേവലമായ മത്സരക്കളത്തിൽ, യുദ്ധക്കളത്തിൽ പടവെട്ടി തീർക്കാനുള്ളതല്ല. അത് ക്രിസ്തുവിൽ സമർപ്പിക്കപ്പെട്ടതാണ്, അവരന് ഭക്ഷണമാകാൻ. അങ്ങനെ അവരൻ ഭക്ഷിക്കുകയും ഞാൻ ഇല്ലാതായിത്തീരുകയും ചെയ്യുമ്പോൾ ഞാൻ ക്രിസ്തുവിൽ സമ്പൂർണ്ണത പ്രാപിക്കും. അവരനുഭവത്തിലേക്ക്, വിജയാനുഭവത്തിലേക്ക്, ഉദ്ധിതമായ അനുഭവത്തിലേക്ക് ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രവേശിക്കാൻ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ വചനത്തിന്റെ സമൃദ്ധി സാധ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.